ഇന്ത്യ ഏറ്റവും വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന 2047 ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യക്ക് 100 വയസ്സ് തികയുമ്പോൾ നമ്മൾ വികസിത ഭാരത് എന്ന സങ്കല്പത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും അതിൽ ഏറ്റവും ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് സാങ്കേതിക രംഗത്തെ വിജയമാണ്. സാങ്കേതിക രംഗത്ത് ലോകത്തിലെങ്ങുമുള്ള ടെക്കി കമ്പനികളിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യാ കമ്പനികളിൽ, IT, ഇൻഫർമേഷൻ ടെക്നോളജി ആയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ആ കമ്പനികളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന, ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലെയും കമ്പനികളിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനികൾ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ ജീനിയസുകളാണ്. ആ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് നമ്മുടെ റിസോഴ്സിന് ചെല്ലാനൊക്കെയുള്ള വലിയ തടസ്സങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ട്രംപ്. H1B വിസയുടെ കാര്യത്തിലുണ്ട്. അവിടുത്തെ വിസ പുതുക്കാനുള്ള ഫീസ് വലിയ തോതിൽ $1,00,000 ആയിട്ട് വർദ്ധിപ്പിച്ചതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്കാരോട് പൊതുവെ ഒരു വിരോധമുണ്ട്, കുടിയേറ്റക്കാരോട് മൊത്തത്തിൽ വിരോധമുണ്ട്. ആ സമയത്ത് പക്ഷേ ഇന്ത്യക്ക് കിട്ടുന്ന സൗഭാഗ്യം നിറഞ്ഞൊരു വാർത്ത, ഇന്ത്യയുടെ ഒരു പുതിയ വിശേഷം ഇന്ന് നമ്മൾ പങ്കിടുകയാണ്, പ്രേക്ഷകരോട് പങ്കിടാൻ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കമ്പനികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് അമേരിക്ക വിസ നിഷേധിക്കുന്നുവെങ്കിൽ, അമേരിക്കക്ക് അവർ ചെയ്ത സേവനത്തെ അവർ മറക്കുന്നുവെങ്കിൽ, പകരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ടെക്നോളജി ഭീമന്മാർ, ടെക്കി ഭീമന്മാർ ഇന്ത്യയെ തേടി വരുന്നു. ഇന്ത്യയിലെ ചെറുപ്പക്കാരെ തേടി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ഇന്ത്യയിൽ പുതിയ ഓപ്പണിംഗ്, പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ കമ്പനികൾ, പുതിയ കൊളാബറേഷൻ തുടങ്ങിയിട്ട് നിങ്ങൾ വരൂ, നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ സേവിക്കൂ എന്ന് പറയുന്ന തരത്തിൽ അത് ഇന്ത്യക്കും ഗുണകരമാണ്, പ്രത്യേകിച്ച് പാശ്ചാത്യ ടെക്കി കമ്പനികൾക്കും ഗുണകരമാണ്. മൈക്രോസോഫ്റ്റ് ആണ് ആ ഇനത്തിൽ ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയുമായി വന്നിരിക്കുന്നത്. എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ? വാർത്തയുടെ വിശദാംശം എന്ന് പറഞ്ഞാൽ അത് എക്സിലാണ് വന്നത്. എക്സിൽ മൈക്രോസോഫ്റ്റിൻ്റെ മേധാവിയായിട്ടുള്ള സത്യ നദല്ല, ഇന്ത്യൻ വംശജനാണ്. മാത്രമല്ല ഇന്ത്യക്കാരൻ തന്നെയായിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഉടൻ തന്നെ, അതായത് ഈ വർഷം തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, $17.5 ബില്യൺ. ഡോളർ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 90 കൊണ്ടെങ്കിലും, ഇപ്പോഴത്തെ മൂല്യം അനുസരിച്ച് 90 കൊണ്ടെങ്കിലും ഗുണിച്ചെങ്കിൽ മാത്രമേ എത്രയാവൂ രൂപയിൽ എന്നുള്ളത് വരാൻ കഴിയൂ. നമ്മളിപ്പോൾ അതിന് ശ്രമിക്കുന്നില്ല, നമ്മുടെ പരിമിത സമയത്ത്. അതെ, അതുപോലെ തന്നെ $1,750 കോടി ഈ നിക്ഷേപം വരാൻ പോകുന്നത്. നേരത്തെ ഒരു $3,000 കോടി നിക്ഷേപം അവർ നേരത്തെ വന്നിട്ടുണ്ട്. കാരണം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത്രയധികം പേർക്ക് നമ്മൾ തൊഴിൽ നൽകും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അത്രയധികം തൊഴിലില്ലാത്ത യുവാക്കളും, IT രംഗത്ത് മികവ് വേണം, മികവുള്ള കോമ്പറ്റിറ്റീവാണ് ഈ ഫീൽഡ്. ഏറ്റവും മിടുക്കന്മാർക്ക് ചാൻസ് കിട്ടൂ, അങ്ങനെയുള്ളൊരു ഫീൽഡുമാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപം. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുമ്പോൾ ചൈനയാണ് ഇക്കാര്യത്തിൽ ഏഷ്യയിൽ ഇപ്പോൾ ഏറ്റവും മികച്ചു നിൽക്കുന്നത്, ഒരു സംശയവുമില്ലാത്ത കാര്യം. റോബോട്ടിക്സ് ആയാലും IT അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, റോബോട്ടിക്സിലും അവർ മഹാ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, കരയിൽ മാത്രമല്ല കടലിലും. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പബ്ലിക് ഡൊമൈനിൽ. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അത് ശരിക്കും ഒരു ക്ലോസ് കണ്ടസ്റ്റൻ്റായിട്ട് മാറാൻ പോവുകയാണ് ഈ നിക്ഷേപത്തോടു കൂടി. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഇന്ത്യ ഈസ് എ ഡെഡ് എക്കോണമി. അങ്ങനെ ഡെഡ് എക്കോണമിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ മണ്ടന്മാരാണ് അവിടെ ഇരിക്കുന്ന തലമണ്ട നല്ല പോലെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഫീൽഡിൽ മികവ് നേടാൻ കഴിയുള്ളൂ. ആ സ്ഥാപനം അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നോക്കി നമുക്ക് ഇത്ര പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ളത് നോക്കിയ ശേഷം അവർ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവും. അതിന് പറ്റിയ ഒരു ഗ്രോയിങ് ഇക്കോണമിയാണ് ഇന്ത്യ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുതന്നെ പ്രധാനമന്ത്രി മോദി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം, അദ്ദേഹം ഭാരതത്തെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം വിദേശ ഇൻവെസ്റ്റർമാരിൽ വളരെ പ്രകടമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിന് ശരിയാണ്. ഇന്ത്യയെക്കുറിച്ചൊരു വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവില്ല, നഷ്ടക്കച്ചവടത്തിന് അവർ വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നല്ലത് തന്നെ, ഇത്രയും പേർക്ക് തൊഴിൽ കിട്ടുന്ന അതേ അവസരം തന്നെ. മാഷിനോടല്ല എൻ്റെ ചോദ്യം. ഈ AI വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തമ്മിൽ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതിന് പകരം 2 റോബോട്ട്സ് വന്നിരുന്ന സകലമാന കാര്യങ്ങളും
ചർച്ച ചെയ്തു. നമ്മുടെ ഈ കണക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 17.5 അത് ബില്യണായിട്ട് കണക്കാക്കണം. നിമിഷങ്ങൾ മതി, കൂട്ടിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം. മുഴുവൻ കണക്കും അപ്ഡേറ്റഡ് ആയിട്ട് അവിടെ സംസാരിക്കുക രണ്ടുപേരിരുന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായി, നമ്മുടെ രണ്ടുപേരുടെയും തൊഴിൽ പോയി എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ എത്രയോ പേരുടെ, എത്രയോ ആയിരം പേരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുത്തുന്ന ഒന്നുകൂടിയാണിത്. തൊഴിലുകൾ ഒരു വശത്തുകൂടി കിട്ടുമ്പോൾ മറുവശത്തുകൂടി അത് ആദേശം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ഒരു സാമൂഹിക പരിപ്രേക്ഷ്യത്തെക്കുറിച്ച് മാഷ് ഒരു കാഴ്ചപ്പാടെന്താണ്? അതിനെക്കുറിച്ച് വേവലാതികൾ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഈ കാലചക്രത്തെ ഒരിക്കലും പുറകോട്ട് തിരിക്കാനാവില്ല, നമുക്ക് മുമ്പോട്ടേ പോകാനാവുള്ളൂ. മുമ്പോട്ട് പോകുമ്പോൾ ഈ സാമൂഹ്യ പരിണാമത്തിന്റെ ഗതികളിലൊക്കെ ഇതുപോലുള്ള പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓർക്കേണ്ടത്, എന്തൊക്കെ പരിഷ്കാരങ്ങൾ യന്ത്രങ്ങളായി ഭൂമിയിൽ വന്നാലും അതിനെക്കുറിച്ച് നമ്മൾ പ്രാഥമികമായി ഓർത്തിരിക്കേണ്ട ആദ്യത്തെ പാഠം, ഈ യന്ത്രങ്ങളൊക്കെ വിരിഞ്ഞത് മനുഷ്യന്റെ മനീഷയിലാണെന്നാണ്. അതുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ അവന് തന്നെ മറികടക്കാൻ കഴിയും. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ശങ്കയില്ല. ഇതില്ല, കാരണം അവന് ചെയ്യാൻ വേറെ ഒരുപാട് പണികൾ കാണും. ഇപ്പോൾ ആലോചിച്ചു, റോബോട്ടുകൾ ആരാ ഡിസൈൻ ചെയ്തത്? AI ആരുടേതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആ ഇന്റലിജൻസിന്റെ പിന്നിലുണ്ടല്ലോ. ആ ആർട്ടിസ്റ്റിന്റെ പേര് മനുഷ്യൻ എന്നാണ്. അതുകൊണ്ട് മനുഷ്യനെ കുറിച്ചുള്ള എൻ്റെ വിശ്വാസം ആരുടെ വിശ്വാസത്തിലും ഒരിക്കലും കുറയേണ്ടതില്ല. പിന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള വിശ്വാസം അത്രയും കുറയ്ക്കേണ്ട കാര്യം. ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ മാനേജ് ചെയ്യാൻ അറിയാം. ഇന്ത്യക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലിയിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവൻ സമാന്തരമായി ആ ജോലിയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ധാരാളം സംവിധാനങ്ങളിലേക്ക് പോകാൻ അവനറിയാം. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ട്രംപ് എന്ത് മണ്ടത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിഞ്ഞൂടെ. ട്രംപ് ഇപ്പൊ പറഞ്ഞ ഇന്ത്യ ഡെഡ് എക്കോണമിയാ. എന്താ പറഞ്ഞേ? ഇന്ത്യ ഡെഡ് അല്ല, ഇന്ത്യ ഡെയർ ടു അറ്റാക്ക് എനിവേർ. ഇന്ത്യ ഡെയർ ആണ്. ഇന്ത്യ അത്ര അസാമാന്യമായ ധൈര്യമുള്ള ഒരു ജനതയാണ്. എന്റെ സാറേ, ഇദ്ദേഹം പറഞ്ഞില്ലേ, SK പൊറ്റക്കാട്, നിങ്ങൾ ഭൂമിയിൽ എവിടെ ഏത് കൊടുങ്കാറ്റിൽ ചെന്നാലും എവിടുന്നെങ്കിലും ഒരു മലയാളം നാടൻപാട്ട് ആരെങ്കിലും മൂളുന്ന് കേൾക്കും. ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് ചെന്നപ്പോ ചായ വേണോ, ചൂട് ചായ വേണോ എന്ന് പറഞ്ഞ മലപ്പുറത്തുകാരനുണ്ടായിരുന്നു. ട്രോൾ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിൽ പ്രസക്തി ഉണ്ട്. അതാണ് മലയാളി. അതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു മേഖലയുടെ വാതിലടയുന്നു എന്ന് തോന്നുമ്പോ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇന്ത്യക്കാരൻ ആലോചിച്ചു. നമ്മൾ കമ്പ്യൂട്ടർ വന്ന കാലത്ത് ഈ ആശങ്ക ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് കമ്പ്യൂട്ടറുകളെ ബഹിഷ്കരിക്കണമെന്ന് പ്രത്യേകിച്ച് വിപ്ലവകാരികൾ, ഇടതുപക്ഷക്കാരും, തൊഴിൽ സംഘടനകളൊക്കെ നടത്തി. പക്ഷേ അല്ല, അന്നതിന് ന്യായമുണ്ട്, ആ ആശങ്കയ്ക്ക് ന്യായമുണ്ട്. സാറി ചോദിച്ച ചോദ്യമാണ്. നമ്മളൊക്കെ കൈകൊണ്ട് കണക്കെഴുതുന്ന കാലത്ത് കമ്പ്യൂട്ടർ വന്നാൽ എന്താവും? പക്ഷേ കൈകൊണ്ട് കണക്കെഴുതേണ്ട പണി ചെയ്യാൻ പറ്റാതെ വരുമ്പോ കമ്പ്യൂട്ടർ കൊണ്ട് തലച്ചോറുണ്ടാക്കുന്ന പണിയിലേക്ക് നമ്മൾ പോകും. അതാണ് മനുഷ്യന്. ഈ മനനം ചെയ്യുന്ന മനുഷ്യനാണല്ലോ സാർ. ഞാനൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. അതായത് TV തോമസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ജപ്പാനിൽ പോയിട്ട് കുബോട്ട പവർ ടില്ലറും അതുപോലെ ട്രാക്ടറും ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പാടശേഖരങ്ങളിൽ കൂട്ടുകൃഷി നടത്താമെന്ന് ഉള്ള സ്വപ്നം കണ്ടിട്ട് അത് ചെയ്തപ്പോ അവിടെ ചെങ്കുടികൾ ഉയർന്നു. അതൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ അതൊക്കെ ആ കാലഘട്ടത്തിൽ ഞാൻ അതിനെ കാലം വെച്ച് വായിക്കുമ്പോൾ ചില ശരികൾ കാണും. അപ്പൊ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യന്മാർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞു. കമ്പ്യൂട്ടർ എന്താണെന്ന് കണ്ടിട്ടില്ല. ആ ജനതയുടെ മുമ്പിലേക്ക് ഒരു സുപ്രഭാതത്തിൽ മൊത്തം ജോലികൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കയാണത്. അതേസമയത്ത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനാണ് ആദ്യം തുടങ്ങേണ്ടിയിരുന്നത്. കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ട് കമ്പ്യൂട്ടർ വിദഗ്ധന്മാരാക്കി നമ്മളെ ആളുകളെ മാറ്റിയിട്ട് ആ ആശങ്ക മാറ്റിയിട്ട് വേണം എന്നായിരുന്നു ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇപ്പൊ ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ സത്യം നദല്ലയാണ് ഈ പരിഷ്കാരം. മൈക്രോസോഫ്റ്റിന്റെ തലപ്പത്ത് സത്യം നദല്ലയാണ്. ഞാൻ ഇദ്ദേഹത്തെ പറയുന്ന നമ്മളെ ഈ ട്രംപ് പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ഡെഡ് എക്കോണമിയാണ്. ഇന്ത്യക്കാരൻ ഡെഡാണോ? ഇന്ത്യക്കാരൻ ഡെഡാണെങ്കിൽ അമേരിക്കൻ എക്കോണമി മുന്നോട്ട് പോവോ? എനിക്ക് നന്നായി നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാം. ലോകോത്തരമായ ഏറ്റവും ചുരുങ്ങിയത് 10 അമേരിക്കൻ കമ്പനികളുടെയെങ്കിലും തലപ്പത്ത് ഇന്ത്യക്കാരാണ്. തീർച്ചയായിട്ടും. എത്ര സാർ ഇവർ വാങ്ങിക്കൂട്ടുന്നത്? ഇവർക്ക് എന്താണെന്നറിയോ? ഇപ്പൊ ഈ അമേരിക്കൻ സെന്റിമെന്റ്സ് എന്താന്ന് വെച്ചാൽ, അമേരിക്കയിലെ വൻകിട കമ്പനികളുടെ തലപ്പത്ത് എന്ന് പറയാൻ നമ്മുടെ ഈ മാനേജർ അല്ല, ഏറ്റവും വലിയ പോസ്റ്റ് ഒരു കമ്പനിയുടെ സ്ഥാപകനായ മുതലാളിക്ക് കൊടുക്കാവുന്ന, അദ്ദേഹം ഇരിക്കേണ്ട പോസ്റ്റിൽ CEOമാരായിട്ട് ഇന്ത്യക്കാരെ നിയമിക്കുക. എന്താ കാരണം? അദ്ദേഹത്തെക്കാളും വിശ്വസ്തരാണ് ഇവര്. തീർച്ചയായും നമ്മുടെ വിശ്വാസ്യതയും നമ്മുടെ കുട്ടികളുടെ ഡെഡിക്കേഷനും ആണത്. ഇന്ത്യക്കാരന്റെ വിശ്വാസ്യതയാണ്, ശക്തിയാണത്. അതുകൊണ്ടാണ് സത്യം നദല്ലമാരുണ്ടാകുന്നത്. സത്യം നദല്ല ഹൈദരാബാദുകാരനാ, ഇപ്പോഴും ഇന്ത്യൻ സിറ്റിസനാ. ഇദ്ദേഹം പോയിട്ട് മൈക്രോസോഫ്റ്റിന്റെ തലപ്പത്തിരിക്കുന്നു. ഞാനൊരു തമാശ പറയാറുണ്ട് ഇടയ്ക്ക്, നമ്മൾ തന്നെ പറഞ്ഞൊരു തമാശയാണ്. അതായത് ഇങ്ങനെ ഈ ആദ്യത്തെ ഒരു 10 പേരുടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന 10 പേരെടുത്താൽ ആ 10 പേര് ഇന്ത്യക്കാർ, 10 പേരിൽ നല്ലൊരു ശതമാനം ഇന്ത്യക്കാരാ. അവരൊക്കെ അമേരിക്കൻ കമ്പനിയുടെ തലപ്പത്താണ്. മൈക്രോസോഫ്റ്റിന്റെ തലപ്പത്താണ് സത്യം നദല്ല. ഗൂഗിളിന്റെ തലപ്പത്ത് ആരാ സാർ? സുന്ദർ പിച്ചയാണ്, തമിഴ്നാട്ടുകാരൻ, നമ്മുടെ അണ്ണൻ.
നമ്മുടെയൊക്കെ അനിയനാവാനുള്ള പ്രായമുള്ള പയ്യന്. അവന് ഈ സുന്ദർ പിച്ചൈയുടെ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു. ആരോടും പറയരുതേ എന്ന് പറഞ്ഞിട്ട് അഭിമുഖം നടത്തുന്ന ആളോട് പറയാ, നിങ്ങളുടെ ശമ്പളം എത്രയെന്ന് ചോദിക്കുമ്പോൾ പലരും പറയില്ലല്ലോ. ഞെട്ടിപ്പോയി ഞാൻ. അദ്ദേഹം ഒരു കൊല്ലം വാങ്ങുന്ന ആനുവലാണ് അവർ ശമ്പളം കൂടുന്നത്, കോർപ്പറേറ്റുകൾ അങ്ങനെ. ഒരു കൊല്ലം അദ്ദേഹം വാങ്ങുന്ന ശമ്പളം 90 കോടി ഇന്ത്യൻ രൂപയാണ്. അദ്ദേഹം സ്വകാര്യം പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം. 90 കോടി ഇന്ത്യൻ രൂപ. ഞാൻ ഈയിടെ ഈ പുതിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ യൂത്തിന്റെ ഒരു ക്യാമ്പിൽ ചോദിച്ചു. പണ്ടത്തെ നമ്മളെ ക്ലാസ് റൂമിൽ ഇങ്ങനെ നമ്മൾ എണ്ണുമല്ലോ. 1ാം നിരയിൽ ഇരിക്കുന്നവരൊക്കെ ആരാവും? കളക്ടറാവും ആണ്. 2ാം നിരയിൽ ഇരിക്കുന്നവരൊക്കെ എഞ്ചിനീയറോ ഡോക്ടറോ ആവും. 3ാം നിരയിൽ ഇരിക്കുന്നവരൊക്കെ ഞങ്ങളെപ്പോലെ അധ്യാപകരോ അങ്ങനെ ക്ലർക്കുമാരോ ഒക്കെ NGO മാരൊക്കെ ആയിട്ട് പോകും. 4ാം നിരയിൽ ഒന്നിനും കൊള്ളാതിരിക്കുന്ന സകല ബഹളവും തോന്നിവാസവും കാണിച്ചു കൂട്ടുന്നവൻ മന്ത്രിയോ MLA ഒക്കെ ആവും. ഇതാണല്ലോ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കണക്കിൽ ഇല്ലാത്തൊരു കൂട്ടരുണ്ട്. അപ്പൊ ഞാൻ പങ്കെടുക്കുന്ന അന്നത്തെ ആ പരിപാടിയിൽ ഒരു റിട്ടയർഡ് കലക്ടർ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇന്ന് വരെ വാങ്ങിയ ശമ്പളം ഒരു കൊല്ലം കൂട്ടിയാൽ 1 കോടി തികഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കൊല്ലം 90 കോടി രൂപ ശമ്പളം തരുന്ന ഒരു ഉദ്യോഗം സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പൊ നിങ്ങളൊരു പുതിയ ബെഞ്ച് കൂടി ഉണ്ടാക്കണം. അതേതാ? കോർപ്പറേറ്റ് ബെഞ്ചാണ്. ഇതിന് ഞാൻ കൂട്ടി പറ. അപ്പോ ആ കോർപ്പറേറ്റ് ബെഞ്ചിന്റെ കാലമാണ് ഇപ്പോ. സത്യം. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ പുതിയ സ്വപ്നങ്ങൾ മാറണം. ഞാൻ ഈ ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒറ്റ കാര്യം കൂടി അതിന്റെ കൂട്ടത്തിൽ പറയണം. ഇവ ഞാൻ പറയുന്ന തമാശ പൂർത്തിയാക്കാം. അതായത് ഇന്ത്യക്കാർ ലോകത്തിന് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ ആത്മീയമായി പണ്ട് നമ്മുടെ ഗുരു പറഞ്ഞൊരു ഉത്തരവുണ്ട്. സത്യം, ശിവം, സുന്ദരം എന്ന സങ്കല്പമാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഈ ആധുനിക കാലത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സത്യം അവിടെ മൈക്രോസോഫ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്, സുന്ദരത്തിനെ നമ്മൾ ഗൂഗിളിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി ഒരു ശിവനെ കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങൾ കാത്തിരുന്നോ, ഞങ്ങൾ കാത്തിരുന്ന ഒരു ശിവൻ നമുക്കിനി വേണം. അതിനു മുമ്പ് ഞാനൊരു കാര്യത്തിലേക്ക് വരികയാണ്. മാഷ് വായിച്ചിരിക്കുമല്ലോ മേരി പെഴ്സി ബിസി ഷെല്ലിയുടെ ആയിട്ടുള്ള കൃതി ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന കൃതി, സിനിമയുമായിട്ടുള്ള. ആ ഫ്രാങ്കൻസ്റ്റീനിലെ ഇതിൻ്റെ ഒരു പ്രതീകം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഫ്രാങ്കൻസ്റ്റീനിനൊന്നും ഒന്നിനെ, മരണമില്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മരണമില്ലാത്ത ആ ഒന്നും മനുഷ്യൻ്റെ തന്നെ ശത്രുവായിട്ട് ആൾക്കാരെ കൊല്ലാൻ തുടങ്ങുന്നതായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു പ്രമേയം. അപ്പം അങ്ങനെ ഒന്ന് എന്ന് പറയുന്ന ഇതിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സത്യം നദല്ലയേക്കാളും അതുപോലെ തന്നെ സുന്ദറിനേക്കാളും സുന്ദർ പിച്ചയേക്കാളും ഒക്കെ വലുതായിട്ട് അങ്ങ് വികസിക്കുന്ന ഒരു ശൃംഖമാണിത്. അങ്ങനെ വന്ന് IT പോലല്ല ഇത്. അപ്പം അങ്ങനെ വളർന്നു കഴിയുമ്പോൾ ആ വളർച്ച എന്ന് പറയുന്നത് വികാരങ്ങളുണ്ടാവില്ല. പക്ഷെ ബൗദ്ധികമായിട്ടുള്ള ഈ വളർച്ച നമ്മുടെ ഒരു മലയാളം സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ റോബോട്ട് വന്നിട്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, എക്സാക്ട്ലി. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുമെന്നുള്ള ആശങ്ക മാഷ് മാത്രമല്ല, ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ആശങ്ക ന്യായമാണ്. പണ്ട് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ആണോ ഒരു ഫ്രഞ്ച് നാടകത്തെ കുറിച്ച് പറയാറുണ്ട്. ഒരു നാടകം, ഒരു ഏകാംഗ നാടകത്തെ കുറിച്ച്. സാർ ഈ പറഞ്ഞതിന് സമാനമായ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ചെണ്ട നമ്മളുടേതാണ്. ചെണ്ട ആരുടെ ഉപകരണമാണ്? മനുഷ്യനുണ്ടാക്കിയൊരു ഉപകരണമാണ്. അതിലൂടെ മനുഷ്യൻ സംഗീതം ഉതിർത്തിട്ട് ലോകത്തെ ആഹ്ലാദം കൊള്ളിക്കാനുള്ളതാണ്. പക്ഷേ നോക്കിയിരിക്കെ ഒരു വേദിയിൽ ഇരുന്ന ഒരാൾ ചെണ്ട കൊട്ടുന്നു. നോക്കിയിരിക്കെ ചെണ്ട വലുതായി വരുന്നു. പിന്നെ അയാളെ കാണാതാവുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് ഇല്ലാതാവുകയും സൃഷ്ടി അയാളെ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഒരു ദാർശനിക പ്രശ്നം തീർച്ചയായിട്ടും ഉന്നയിക്കേണ്ടതാണ്. പക്ഷെ അത് ഉന്നയിക്കുന്നത് എന്തിനാണ്? അതിനെ മറികടക്കാനുള്ള ശേഷിയും മറികടക്കാനുള്ള ആലോചനകളും നമ്മുടെ തത്വചിന്തയിലും നമ്മുടെ കലയിലും നമ്മുടെ ശാസ്ത്രത്തിലും ഒക്കെ ഉയർന്നു വരാനാണ്. വരുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് ഞാൻ പറഞ്ഞത്. നമ്മളൊരു സത്യം, ശിവം, സുന്ദരം കൊണ്ട് തന്നെ അതിനെയും നേരിടും, മറികടക്കും എന്നുള്ള ഇന്ത്യൻ ഫിലോസഫി ഇതിനൊക്കെ ശക്തമാണ് സർ. അതാണ് നമ്മുടെ ഭാരതീയത എന്ന് പറയുന്നത്. ദ ഗ്ലോറി ഓഫ് ഇന്ത്യൻനെസ് എന്ന് പറയില്ലേ, അത് ഗംഭീരമാണ്. അത് മനസ്സിലാക്കാത്തത് പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ എന്റെ പുസ്തകങ്ങൾ മുഴുവൻ ഇന്ത്യൻ ഫിലോസഫിയാണ്. പക്ഷെ ആരോടും പറയരുത്, കാരണം അത് ഒട്ടും മനസ്സിലാക്കാത്ത ഒരു ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ ഫിലോസഫിയുടെ മഹത്വം അത് അത്രേ ഉള്ളൂ. അത് നന്നാവും. ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് നമുക്ക് ലോകോത്തരമായ ഒരു തത്വചിന്താ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റും. ഏത് ട്രംപിനെയും നിലക്ക് നിർത്താൻ പറ്റും. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ആശംസയോടുകൂടി സത്യം, ശിവം, സുന്ദരം എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.